ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ടും ബിരിയാണി ഡേ ആയതുകൊണ്ടും എങ്ങനെ ഒരു പ്രോൺ ബിരിയാണി തയ്യാറാക്കാമെന്ന് യൂട്യൂബ് നോക്കിയപ്പം നമ്മുടെ ഷാൻജിയോ ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഒട്ടും വൈകിയില്ല, ചേട്ടൻ്റെ റെസിപ്പി തന്നെ ഫോളോ ചെയ്തൊക്കെ നോർത്തു. പെട്ടെന്ന് തന്നെ ഒരു പാത്രം അടുപ്പത്തിട്ട് വെച്ചു. നമ്മുടെ സവോള നന്നായിട്ട് ക്രിസ്പ് ആകുന്നിടം വരെ വഴറ്റി അത് മാറ്റി വെച്ചു. അതേ എണ്ണയിലേക്ക് നമ്മുടെ കാഷ്യൂ കിസ്മിസ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതും മാറ്റി വെച്ചു. അതേ എണ്ണയിലേക്ക് സ്പൈസസ് ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇട്ടു. അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അരിഞ്ഞു വെച്ച തക്കാളി അത് വഴന്ന് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് മാറ്റി വെച്ചു. അതിരുന്ന് വേകട്ടെ. ഈ സമയത്തൊക്കെ നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ടു. അതിന് വേണ്ട വെള്ളം ഒഴിച്ചു. ഉപ്പ്, നാരങ്ങാനീര് ഇത് ചേർത്ത് അത് തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സവാള വഴറ്റിയത് വെച്ചു. ഈ സമയത്ത് നമ്മുടെ മസാലയുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് മസാലകൾ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതിട്ട ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള വഴറ്റിയത് ഒരു മുക്കാലും നമ്മൾ അതിലേക്ക് ഇട്ടു. അത് എന്നിട്ട് അടച്ച് മാറ്റി വെച്ചു. ഇപ്പോഴത്തേനും നമ്മൾ റൈസിൻ്റെ വെള്ളം തിളച്ചു. നമ്മൾ അതിലേക്ക് റൈസ് വിട്ട് അടച്ച് വെച്ചു. അപ്പോൾ ഇവിടെ മസാല ഏകദേശം റെഡിയായി. നമ്മളുടെ പ്രോൺ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം നന്നായിട്ട് ഇറങ്ങി ഏകദേശം നന്നായിട്ട് വെന്തു. അപ്പോൾ തന്നെ കാണാം, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതിലേക്ക് നമ്മുടെ പുതിനയില ഇട്ടു. അങ്ങനെ നല്ല മണത്തിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ റൈസ് വെന്തു. സമയം 1 മണിയായി. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല. ഹസ്ബൻഡ് പറഞ്ഞ് വേഗം ദമ്മിട്ടോളാൻ. അങ്ങനെ പ്രോൺ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് സവോള ക്രിസ്പായതിട്ടു. അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ കിസ്മിസ് ഇട്ടു. പിന്നെ പുതിനയില ഇട്ടു. പിന്നെ റൈസ് ഇട്ടു. പിന്നെ ദമ്മിട്ടു. ഒന്നും പറയണ്ട. സമയമായപ്പോൾ അടപ്പ് തുറന്നപ്പം ആഹാ എന്ത് നല്ല മണം. ചേട്ടാ ഒരുപാട് നന്ദി. അധികം സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ ഒരു പ്രോൺ ബിരിയാണി വെക്കാൻ സഹായിച്ചതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വലിയ സ്പൈസസും ഇല്ല. എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം. അടിപൊളിയായിട്ട് നല്ലൊരു ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.